പരമാചാര്യൻ പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായർ ഇന്ന് നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിനായിട്ട്. ഇന്ന് അദ്ദേഹം ഡോക്ടർ രാമൻകുട്ടി നായർ എന്നാണ് നമ്മൾ കൂടുതൽ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തെ തെരനോട്ടത്തിൻ്റെ സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിന് പ്രസിഡന്റ് ശ്രീ ആർ വെങ്കടാചലത്തെ ക്ഷണിക്കുന്നു. നേരത്തെ നിശ്ചയിച്ചിരുന്നത് KRC മേനോൻ ഇപ്പോൾ എത്തിച്ചേരാൻ സാധിക്കില്ലെന്ന് അറിയിച്ചുകൊണ്ട് ആ ചടങ്ങ് ശ്രീ വെങ്കടാചലം നിർവഹിക്കുന്നതാണ്. ശ്രീ രാമൻകുട്ടി നാശാനെ പൊന്നാട അണിയിക്കുന്നതിന് ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ് സെക്രട്ടറി ശ്രീ KV ചന്ദ്രനെ ക്ഷണിക്കുന്നു. രാമൻകുട്ടി ആശാനോട് രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യ സദസ്സിന് നമസ്കാരം. എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ളത് നിശ്ചയില്ല. അപ്പോൾ കുറേ പണ്ട് തുടങ്ങിയതാണ് ഈ വിചാരിക്കാതെ കണ്ടുള്ള സ്ഥാനം കയറ്റം. ആദ്യത്തെ ദേശീയ പുരസ്കാരം ഡൽഹിയിൽ നിന്ന്, അതിൻ്റെയൊക്കെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രസിഡന്റ്, അദ്ദേഹമാണെന്ന്. ഞാനപ്പോൾ വിചാരിച്ചു, ഇതിനിപ്പം ഞാൻ അർഹനാണോ? എന്താ അത് കഥ? ഡൽഹിയിലുള്ളവരെന്നെ പല മലയാളികളും അന്ന് പറഞ്ഞിരുന്നു, ഇത്രയും ചെറുപ്പത്തിലുള്ള ഒരാൾക്ക് ഈ നാഷണൽ അവാർഡ് കിട്ടുക എന്നുള്ളത് ഇത് കണ്ടായിരിക്കും അതൊക്കെ അത്ഭുതമാണ്. ഡൽഹി മലയാളികളെ ചിലവർ പറഞ്ഞിരുന്നു. എനിക്കും തോന്നി. 1974 മറ്റാണത്. അത് കഴിഞ്ഞു നാട്ടിലൊക്കെ ചില സ്വീകരണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പത്മഭൂഷൺ അവാർഡ്, പത്മശ്രീയാണല്ലോ ആദ്യം വേണ്ടത്. അതല്ലാണ്ട് പത്മഭൂഷൺ ആദ്യത്തേന്ന് മറിഞ്ചാടി, വരമ്പ് ചാടി, കണ്ടം ചാടി. അപ്പോൾ അത് അയ്യപ്പോൾ പത്മഭൂഷൺ. ശരി. അപ്പോഴും ഞാൻ വിചാരിച്ചു, ഇതിന് ഞാൻ അർഹനാണോ? എന്നെ ഇതിനെ നിയോഗിക്കുന്നതിൽ എൻ്റെ ഗുരുനാഥൻ എൻ്റെ അനുഗ്രഹം മാത്രമാണ്. ഏതായാലും അത് കഴിഞ്ഞു ഡൽഹിയിൽ പോയി അത് വാങ്ങി. ഇപ്പതാ D.Litt.
അത് എനിക്കെന്നെ നിശ്ചയമുണ്ടായിരുന്നില്ല. ഡോക്ടർ ലിറ്ററേച്ചർ സാഹിത്യം. ഇത് എൻ്റെ ഒരു കുട്ടി ചോദിച്ചു, മുത്തച്ഛൻ ഇപ്പം ഡോക്ടറായി, ഇനിയിപ്പോൾ എന്ത് ഗുളിക തരിക? ആ കുട്ടിക്ക് ഇപ്പോൾ ഡോക്ടറെന്ന് പറഞ്ഞാൽ ഗുളിക മരുന്ന് തരുന്ന ആളാണ് ഡോക്ടർ എന്ന് ആ കുട്ടി ഒന്ന് പറയണ്ടായി. എന്തിനാ പറയണേ? വലിച്ചു നീട്ടണ്ടല്ലോ. ലിറ്റും അനൗൺസ് ചെയ്തു, നവംബർ ആദ്യത്തെ ആഴ്ചയിൽ ഉണ്ടാവും എന്നാണ് കേൾക്കണത് ദാനം. ഏതായാലും എനിക്ക് ചുരുക്കം പറയാനേ ഉള്ളൂ, എല്ലാം എൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹം മാത്രമാണ്. മറ്റൊന്നും ഇപ്പം ഇതിന് പറയാനില്ല. ഞാൻ കുട്ടിയെ കഴിയില്ല, സാധിക്കാതെ കണ്ടുള്ള അത് ജനങ്ങൾ പുറപ്പെടില്ല, കുട്ടിയെ കഴിയൂല. പക്ഷേ ഇത് ഇങ്ങനെ സാധിക്കുന്നതിൽ, ഇങ്ങനെ സിദ്ധിച്ചതിൽ അവാച്യമായുള്ള അത്ഭുതം ഉണ്ടതേ പറയാനുള്ളൂ. ഞാൻ കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് ഈ ദുബായ് തെരനോട്ടക്കാരുടെ ഈ സന്മനസ്സിനും നിങ്ങളുടെ എല്ലാവരുടെയും സന്മനസ്സിനും എനിക്ക് ഈ പ്രസംഗിക്കാൻ വയ്യാത്ത എനിക്ക് പ്രസംഗിക്കാൻ വയ്യ, പ്രസംഗിക്കാൻ അറിയില്ല. കുറേ കഴിഞ്ഞു സ്വീകരണവും പ്രസംഗമൊക്കെ, പക്ഷെ കാര്യമില്ല, നേരെയല്ല. അത് ആളുകൾ കൊണ്ടുപിടിച്ചു, ഇയാളെ കൊണ്ടൊന്ന് പ്രസംഗിപ്പിക്കണം, കുറേ പ്രസംഗം കഴിഞ്ഞാൽ നേരെയാവുമോ? ഏയ്, അത് നേരെയാവാനുള്ള ഒരു വഴിയില്ല, നേരെയാവില്ല. ഇനിയിപ്പോൾ എന്ത് നേരെയാവാനാ? 85ആയി. ഏതായാലും എനിക്ക് ജനങ്ങളുടെ തൃപ്തി എനിക്ക് കിട്ടിയതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. നിർത്തട്ടെ.